ഹായ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാമും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുബൂസും ഉണ്ടാക്കാം. അൽഫാം എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. കുബൂസ് നമുക്ക് ഫ്രൈ പാനിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം ഉണ്ടാക്കാനായിട്ട് ഒരു പിടി മല്ലിച്ചപ്പ്, ഒരു പിടി പുതിന, ഒരു തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുക. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. ഇതിൻ്റെ അടുത്ത് പേസ്റ്റ് ആയതുകൊണ്ട് ചേർത്തതാണ്. മിക്സിയിലരക്കണോണ്ട് അതേപോലെ തന്നെ ഇടുക. അതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞത്, ഒരു നാരങ്ങയുടെ നീര് എടുക്കുക. അത് മിക്സിയിൽ അരിച്ചു കൊണ്ടുവന്നിട്ട് അതിലേക്ക് മുളക് പൊടി 1 സ്പൂണ് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണും ചേർത്ത് നല്ല മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അതിന് ശേഷം ഉപ്പോ പുളിയോ ഇല്ലെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ ആവശ്യത്തിന് അപ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ നല്ല വരയിട്ടതിന് ശേഷം നല്ല വരയിടണം, കായം പിടിക്കണം. വലിയ കഷ്ണമായതുകൊണ്ട് നല്ല വരയിട്ടതിൽ കായം പിടിക്കുള്ളൂ. എന്നിട്ട് നമ്മൾ അരച്ച കായ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് ഒരു 3-4 മണിക്കൂറെങ്കിലും, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കായം പിടിപ്പിക്കാൻ വെക്കുക. അതേ ടൈമിൽ തന്നെ നമുക്ക് കുബൂസ് ഉണ്ടാക്കുക. കുബൂസിന് 1 സ്പൂൺ ഈസ്റ്റ്, 2 സ്പൂണ് പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന്, പാലും ചേർക്കുക. ഇളം ചൂടുള്ള പാല് ചേർക്കുക. പാല് ഓപ്ഷണലാണ്. വെള്ളം ചേർത്താലും മതി, ഇളം ചൂടുള്ള വെള്ളം ചേർത്താലും മതി. അതിലേക്ക് 3 കപ്പ് മൈദയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. പാലായ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് പാല് ചേർത്ത്. ഓയിലും ചേർത്ത് നല്ല കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നിടത്താണ് കുബൂസിൻ്റെ സോഫ്റ്റായ കുബൂസ് കിട്ടണമെങ്കിൽ നല്ല കുഴച്ചെടുക്കണം. ഇത് രണ്ടും നമുക്ക് 3-4 മണിക്കൂർ അത് കായം പിടിക്കാനായിട്ടും മറ്റേത് പൊന്തി വരാനായിട്ടും നിൽക്കാം. അതിന് ശേഷം ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് രാത്രിയിലാണ് ഉണ്ടാക്കിയത്. അൽഫാം എയർ ഫ്രയറിൽ 30 മിനിറ്റ് 150 ഡിഗ്രിയിൽ വെച്ചു. 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ അൽഫാം ഒന്ന് തിരിച്ചിട്ടൊന്ന് ഓയിൽ സ്പ്രേ ചെയ്തിട്ടുണ്ട്. അത് 30 മിനിറ്റ് ആവണം വെക്കാൻ. 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ തിരിച്ചിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് വെച്ചതിന് ഇടയിൽ നമുക്ക് കുബൂസ് ഉണ്ടാക്കാൻ പറ്റും. കുബൂസ് ഞാൻ ചെറിയ കുബൂസായിട്ടാണ് ഉണ്ടാക്കിയത്. കുബൂസ് ഓരോ ഉരുളകളാക്കി വെക്കുക, അത് പരത്തുക, എന്നിട്ട് ഫ്രൈ പാനിൽ ചുട്ടെടുക്കുക. ഇത് കാണുന്നതിനിടയിൽ ഒരു തംസപ്പ് ആയിട്ടെങ്കിലും കമൻ്റായി ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള കുബൂസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതിന് നമ്മൾ നല്ല കുഴച്ചെടുക്കണം കേട്ടോ. ഹാൻഡ് മിക്സർ കൊണ്ട് കുഴച്ചാലും മതി. ഞാനിവിടെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്തതാണ്. അപ്പോൾ എയർ ഫ്രയറിൽ അത് ആവുന്നതിൻ്റെ മുമ്പേ നമുക്ക് കുബൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കുബൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എയർ ഫ്രയറിൽ അൽഫാം ഉണ്ടാക്കുമ്പോൾ അത് തിരിച്ചിടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കണ്ടാൽ നല്ല അടിപൊളിയായിട്ടുള്ള അൽഫാം കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമതായി ബാക്കിയുള്ള ചിക്കനെ എയർ ഫ്രയറിലിട്ട് അത് മറിച്ചിടാൻ നേരത്തെ കറണ്ട് പോയി. അപ്പോൾ അത് നമുക്ക് ഫ്രൈ പാനിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ മാത്രമായിട്ട് ഹണി ചിക്കൻ ആക്കിയെടുത്തു. അതിന് തേന് 1 സ്പൂണ്, അതിലേക്ക് സോയാ സോസ് 1 ടീസ്പൂണ്, കെച്ചപ്പും ചില്ലി ഫ്ലേക്സും ചേർത്ത് 1 ഉപ്പും ചേർത്ത് അത് അൽഫാമിൻ്റെ ചിക്കൻ്റെ മേലെ പുരട്ടി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അതൊന്ന് വലിയ മൂടി കൊണ്ട് മൂടിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കുക. എയർ ഫ്രയറിൽ ഇത് കുറച്ചൊന്ന് വേവായതായിരുന്നു. എയർ ഫ്രയറിൽ തന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് അൽഫാമും കുബൂസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാം.
മയനൈസും കൂട്ടി കഴിക്കുക. സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. സൂപ്പർ സൂപ്പർ സൂപ്പർ.